അടുത്തത് ഇത് ഒരേ ആണ് അറിഞ്ഞു കഴിക്കാം എന്ന പാഠമാണ്. ബാക്കി നമ്മൾ ചെയ്തായിരുന്നു, അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ചെയ്യുക. ഡയറി വിലയിരുത്താം. സംഭാഷണങ്ങൾ വിട്ടുപോകാതെ എഴുതിയിട്ടുണ്ട്. അതിന് 2 പോയിൻ്റ്. അക്ഷരത്തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ട്. അതിന് 1 പോയിൻ്റ്. സ്വന്തം അനുഭവങ്ങൾ ചേർത്തിട്ടുണ്ട്. അതിന് 2. എനിക്ക് കിട്ടിയ ഗ്രേഡ്. നിങ്ങൾക്ക് എന്താ കിട്ടിയേ? എ ഗ്രേഡ് അല്ലേ? ഓക്കെ. അടുത്തത് ഈ അക്ഷരം എന്ന ചിഹ്നം വരുന്ന എത്ര വാക്കുകൾ പാഠത്തിലുണ്ട് എഴുതൂ. നിങ്ങൾക്കറിയാവുന്ന മറ്റു പദങ്ങളും എഴുതൂ. എന്തൊക്കെയുണ്ട് പാഠപുസ്തകത്തിൽ? സത്യം, സസ്യം, വ്യാജാസ്യം, ആവശ്യം, ധാന്യം, ആരോഗ്യം, മത്സ്യം. ഇതൊക്കെയാണല്ലേ പാഠപുസ്തകത്തിൽ. നിങ്ങൾക്കറിയാവുന്ന മറ്റും എഴുതിക്കോ. ഞാൻ പാഠപുസ്തകത്തിലുള്ളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ ഇതിൽ. അടുത്തത് വായിച്ചു വളരാം. കൊതിയൂറും രുചികൾ. ആഹാരത്തെക്കുറിച്ച് ഓർമ്മപ്പോഴേ നാക്കിൽ വെള്ളം ഊറിത്തുടങ്ങി അല്ലേ? നിറത്തിലും മണത്തിലും രുചിയിലും വ്യത്യാസമുള്ള എത്രയെത്ര പലഹാരങ്ങൾ! എന്തുകൊണ്ടാവും ഓരോന്നിനും ഓരോ സ്വാദ്? വടയും രുചിയല്ലേ, ലഡുവിന് രുചിയല്ലേ, പുഴുങ്ങിയ കപ്പയുടെ സ്വാദല്ല. കാന്താരി ചമ്മന്തിക്ക് ചേരുവകൾ മാറുമ്പോൾ സ്വാദ് മാറും. പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത പായസത്തിന് മധുരം തന്നെയല്ലേ ഉണ്ടാവൂ. പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും ചേർത്ത് എണ്ണയിൽ ചുട്ടെടുക്കുന്ന വടയ്ക്ക് എരിവുണ്ടാവാനല്ലേ തരമുള്ളൂ. സാമ്പാറും ആവിയലും തോരനുമെല്ലാം ഓരോരോ രുചിയല്ലേ. ചേരുവകളിലെ മാറ്റമാണ് സ്വാദ് വ്യത്യസ്തമാക്കുന്നത് എന്ന് എപ്പോൾ പിടികിട്ടിയല്ലേ. ആഹാരം പാകം ചെയ്യുന്ന രീതി മാറുമ്പോഴും രുചി വ്യത്യാസമുണ്ടാവും. ദോശയും ഇഡ്ഡലിയും ഒരേ മാവുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി ആവിയിൽ വേവിക്കുന്നു, ദോശ കല്ലിൽ ചുട്ടെടുക്കുന്നു. രുചിയിലും ആകൃതിയിലും എല്ലാം വ്യത്യാസം. അരി വെള്ളത്തിൽ വേവിച്ചെടുത്തല്ലേ നമ്മൾ ചോറുണ്ടാക്കുന്നത്. അരി പൊടിയാക്കി ആവിയിൽ വേവിച്ചെടുത്താൽ രുചികരമായ പുട്ട്. തീക്കനലിൽ ചുട്ടെടുത്തിരുന്നു. ചക്കക്കുരുവിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. വേവിക്കാതെ കഴിക്കുന്ന ആഹാരങ്ങളുമുണ്ട്. പഴങ്ങൾ മിക്കവയും അതരത്തിലാണ് കഴിക്കുക. അതുപോലെ അവൽ വേവിച്ചും വേവിക്കാതെയും ഭക്ഷിക്കാറുണ്ട് ല്ലേ. കൊതിയൂറുന്ന രുചിയുടെ രഹസ്യം ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് പാഠം. അടുത്ത പാഠത്തിൽ വീണ്ടും വരണേ. ടാറ്റാ.